കുട്ടികൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യാണ്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. അത് എങ്ങനെയാണെന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞു താരും. നീ കൂടെ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സത്യമായി എനിക്കറിയില്ല ആരും. മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ സ്വപ്നം നീ സ്വന്തം നീ നമ്മുടെ കുട്ടികളിന്ന് സ്കൂളിലേക്ക് പോയിരിക്കാരും. നീ സർവം നീ ഞാനിന്ന് ബേസിലേക്ക് പോവുക. കുട്ടികളെ സ്നേഹത്തോടെ മര്യാദയോടെയും ചിട്ടയോടും കൂടി ഞാൻ വളർത്തു വരും. I love you. And I miss you, Haru. മേഘം വാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും മഹേന്ദ്ര, കാറിന്റെ ചാവിത. വേണ്ട മഹേശ്വരി, രാഘവൻ വരും. ഏട്ടാ, ഇതെന്താ ഫോട്ടോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? ആരോ നിന്നെ കൊന്നാലും നിന്നോടുള്ള സ്നേഹത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇല്ലാതാക്കും. ഓരോരുത്തരുടെ മനസ്സിലുള്ള നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. ഞാൻ പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ട് എന്നോട് അവൾക്ക് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. എന്തുണ്ടായി മകളെ? ചിന്തിക്കുകയാണോ? ചെറുതായിട്ട്. ഓ, മഹേന്ദ്രന്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയോ? ഞാനോ? കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയോ? അമ്മായി, ഞാൻ ഗുപ്ത. പുറകിലേക്ക് നോക്ക്. ഞാൻ പുറകിലേക്ക് നോക്കാൻ. എന്നെയാ? വരുന്നു മാഡം. എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുക? ചെവി കേൾത്തില്ലേ നിനക്ക്? ഇവിടെ കൊണ്ടുവരാം മാഡം. പോയിട്ട് വരാമേ. ലഞ്ച് ബോക്സ് എടുത്തോണ്ട് പോമാനെ. ഞാൻ ബേസിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാമേ. അത് ഞാൻ ഏട്ടന്റെ മുന്നിൽ പോയി നിൽക്കട്ടെ? മകളെ,
ഹൈദരാബാദ്. ഇനി കുറച്ചു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആർ ജെ ഭാഗ്യാണ് സംസാരിക്കാൻ പോകുന്നത്. അതുവരെ കേട്ടോണ്ടിരിക്കൂ സൗത്ത് ഇന്ത്യ റേഡിയോ FM. രാഘവ, സർ, FM ഓഫി. മേഡം എവിടെ ആയിരുന്നാലും എന്ത് തിരക്കിലാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം ഉറപ്പായിട്ട് കേൾക്കുമായിരുന്നു സർ. അതുകൊണ്ടാ ഞാൻ ഓഫ് ചെയ്യാൻ സാർ. അല്ലെങ്കിൽ വേണ്ട. എന്തു പറ്റി മകളെ ഇങ്ങനെ ചിന്താകുലയായി നിൽക്കുന്നത്? മകളെ, ഒരു നോർത്ത് വിഷമത്തിലിരുന്നിട്ട് ഭാഗ്യയെ പറ്റി മറന്നേ പോയി. ഭാഗ്യ മിസ്റ്റർ ഗുപ്ത, എന്റെ അനിയത്തി. എന്നെ കാണാൻ വേണ്ടിട്ട് മൂന്നാർ വരെ വന്നതാ. പക്ഷെ കാണാൻ പറ്റിയില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. ഇത് നമ്മുടെ കടമയായി പോയില്ലേ? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും എനിക്ക് അത്യാവശ്യമായിട്ട് അവളെ കാണണം. അവൾ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും അറിയില്ല. ചെന്ന് കണ്ടിട്ട് വന്നാൽ അറിയാമല്ലോ. ആ, നമുക്ക് അർജന്റായിട്ട് FM സ്റ്റുഡിയോയിലേക്ക് പോവാം. അതിനെന്തിനാ ഇത്ര സന്ദേഹം? ഇപ്പോൾ തന്നെ പോകാമല്ലോ. ആ. അത് കളിയാക്കണോ? എന്തിനാണ് ഈ സാഹസമെല്ലാം കാണിക്കുന്നത്? അതെന്തെന്നാ, നമ്മൾ ഇങ്ങനെ നിന്ന് അപ്രത്യക്ഷമായിട്ട് അവിടെ ചെന്ന് പ്രത്യക്ഷമാവും. അതിനു വേണ്ടിട്ടാ. ഇപ്പോൾ നേരെ അവിടേക്ക് പോകുന്നുവോ അതോ ചന്ദ്രനെ ഒരു തവണ ചുറ്റിയിട്ട് പോകുന്നുവോ? അതിനൊക്കെ ഇപ്പൊ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാ അപ്പൊ എനിക്ക് ഒരു പവറും ഇല്ലെന്നാണോ? ഇല്ല. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പവർ ഒന്നും തന്നിട്ടില്ലേ? അയ്യോ, അപ്പൊ ഇത്രയും നാളും എന്റെ ആത്മാവിനെ പറ്റിക്കായിരുന്നു അല്ലേ? അവിടെ വന്നാലുണ്ടല്ലോ, ഞാൻ ഒരാളെ വെറുതെ വിടില്ല. എന്റെ ആത്മാവിന് വേണ്ടി ഞാനൊരു കമ്മിറ്റി തന്നെ രൂപപ്പെടുത്തും. എന്നിട്ട് ഞാൻ സമരം ചെയ്യും. എനിക്ക് പവർ തന്നില്ലെങ്കിലും ഇനി വരുന്ന ആത്മാക്കൾക്കെങ്കിലും പവർ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഉറങ്ങാതെ പ്രയത്നിക്കും. മിസ്റ്റർ ഗുപ്ത, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളേക്ക് ഒരു പാഠം പഠിപ്പിക്കും. ഇതൊക്കെ യമന്റെ മായാജാലങ്ങളാണെന്നും അതിശയ ജന്മമാണെന്നും മകള് കരുതുന്നുണ്ടാവും. ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ ഞാനും കണ്ടിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഒന്നും അല്ല ചിത്രഗുപ്ത. എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. കുട്ടികളുടെ മുന്നിൽ ഐസ്ക്രീം വെച്ചിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞ അതുപോലെ എന്റെ അവസ്ഥ. കുടുംബത്തെ പിരിഞ്ഞും അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിട്ടും അവര് കരയുന്നതൊക്കെ കണ്ട് അവരുടെ കഷ്ടപ്പാടുകളും കണ്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനത്തെ പവറും കൂടി ഇല്ലാതിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കും പ്രശ്നം വരില്ല, എനിക്കും പ്രശ്നം വരില്ല. ആഴ്ചയിൽ ഒരു തവണ അവരോട് സംസാരിക്കുന്നത് പോലെ, പിന്നെ ഇങ്ങനെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ സംസാരിക്കാനും വേണ്ടി 2 പവർ തരുമോ പ്ലീസ്? എന്താ മകളെ, നീ എന്നോട് വിലപേശൽ നടത്താൻ ശ്രമിക്കുകയാണോ? പിന്നെ എങ്ങനെയാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? പറയാം. ഇങ്ങനെ ഓരോരോ പാദങ്ങൾ വെച്ച് പോകണം. നിങ്ങൾ മാത്രം ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ട് അവിടെ പോയി പ്രത്യക്ഷമാവും അല്ലേ? അത് മനസ്സിലായി. അതെന്തായാലും വേണ്ട. നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് വന്നാ മതി. വരില്ല. അപ്പൊ വരുമല്ലേ? മകളെ, പറഞ്ഞ പോലെ വരാ. മകളെ, സാവധാനം പോകൂ. എന്ത് ചെയ്തോണ്ടിരിക്കുക? വലിയ മാഡം കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ അറിയാതെ ഈ വീട്ടിൽ ഒരു കാര്യവും നടക്കാൻ പാടില്ലെന്നല്ലേ? വലിയ മാഡം പറഞ്ഞതുകൊണ്ടോ ഇങ്ങനെയൊക്കെ. ഇനി ഇങ്ങനെയൊന്നും നടക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. അവർക്ക് ഇത്ര ടേസ്റ്റ് ഉള്ള ഫുഡിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയായാ പിന്നെ അവരെങ്ങനെയാ എന്റെ വഴിക്ക് വരുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നോ മാഡം? അവർക്ക് 4 പേർക്കും തീരെ ഇഷ്ടമില്ലാത്ത ഫുഡ് ഏതാ? വെണ്ടയ്ക്ക് അവർക്ക് ഇഷ്ടമല്ല. ആ, വെണ്ടയ്ക്ക് കൊണ്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കൊടുക്ക്. അത് കഴിച്ചാ മതി. അത് കൊടുത്തേച്ച് അവർ ആഹാരം കഴിക്കില്ല. അത് തന്നെയാണല്ലോ എനിക്കും വേണ്ടത്. വലിയ മാഡം ചോദിച്ചോ? അത് ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. പറഞ്ഞോളൂ മാഡം. പറയാൻ വേണ്ടിയല്ല വിളിച്ചത്, കേൾക്കാൻ വേണ്ടിയാണ് മാഡം. മാഡം പറഞ്ഞതുപോലെ അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ചെയ്യാത്ത കാര്യങ്ങൾക്കും അവർക്ക് വേണ്ട വിധത്തിലുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്ത് പണിഷ്മെന്റാ? നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ ഗേൾ അഞ്ജലിക്ക് ക്ലാസ്സിലിരുന്ന് സംസാരിച്ചതിന് ഗ്രൗണ്ടിന് ചുറ്റും 10 റൗണ്ട് ഓടിച്ചു. ആനന്ദും ആകാശും ക്ലാസ്സിലെ ബോർഡിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട്
എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ലഞ്ച് വരെ അവർ അങ്ങനെ തന്നെ നിൽക്കും. വാവ്. അമൃത, ക്ലാസ്സിൽ സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാത്തത് കൊണ്ട് ക്ലാസ് കഴിയുന്നതിന് മുൻപ് ആ ചോദ്യവും ഉത്തരവും 100 തവണ എഴുതണമെന്ന് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ക്ലാസിന്റെ പുറത്ത് നിന്നാ എഴുതുന്നത്. അവർക്ക് ഇതുവരെ സംശയമൊന്നും ഇല്ലല്ലോ മാഡം? ഇല്ല മാഡം, അതിനു വേണ്ടിട്ടാ അവരുടെ കൂടെ തന്നെ വേറെ 2 കുട്ടികൾക്കും കൂടി ഞാൻ പണിഷ്മെന്റ് കൊടുത്തത്. ഇംപ്രസീവ് മാഡം. സ്കൂള് വിട്ടതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞ് അവരായിരിക്കണം ലാസ്റ്റ് പോവേണ്ടത്. അത് ഞാൻ നോക്കിക്കോളാം മാഡം, നിങ്ങൾ റിലാക്സ് ആയിരിക്കൂ. താങ്ക് യു മാഡം. ബൈ. രാവിലത്തെ ഉറക്കം കളഞ്ഞു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കളഞ്ഞു, അടുത്തിനി മനസമാധാനം കളയും. സാഡസ്റ്റ് ആവാൻ PhD എടുത്തിട്ടുണ്ടോന്തോ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? അത് പിന്നെ ചെറിയൊരു ഡൗട്ട് ഉണ്ട് മാഡം. മാഡം അല്ലേ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് കഷ്ടപ്പെട്ട് സ്കൂൾ കണ്ടെത്തി പ്ലാൻ ചെയ്തത്? എന്നിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവര് സ്കൂളിലേക്ക് പോവില്ല എന്ന് പറഞ്ഞാ? അത് തന്നെയാണല്ലോ എന്റെ ആവശ്യം. എന്റെ മണ്ടയിൽ ഒന്നും കേറുന്നില്ല മാഡം, ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ. അവരിനി ആ സ്കൂളിലേക്ക് പോവില്ലെന്ന് വാശി പിടിച്ചാൽ മാത്രമല്ലേ മഹേന്ദ്രൻ അവരോട് ദേഷ്യം കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞുവിടും. അവര് ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞാ മഹേന്ദ്രന്റെ ശ്രദ്ധ മുഴുവനും എന്നിലേക്ക് മാത്രമാവും. ഒരുപക്ഷെ ഇനിയിപ്പോ അവര് സ്കൂളിൽ പോയാലോ? ടോർച്ചറിന്റെ ഡോസ് കൂട്ടിക്കൊടുക്കാൻ പറയും. അവര് 4 പേരും സ്കൂളിലേക്ക് പോകുന്നില്ലെന്ന് മഹേന്ദ്രനോട് പറയുന്നത് വരെ അവരുടെ മേൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടായിരിക്കും. അവരുടെ വാഗൊണ്ട് തന്നെ ഞാനത് തീർച്ചയായും പറയിപ്പിക്കും. ലാസ്റ്റ് മിനിറ്റ് നീ സമ്മതിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഭാഗ്യ. ഇറ്റ്സ് ഓക്കെ. പ്രോഗ്രാമിന് ഇനി 10 മിനിറ്റേ ബാക്കിയുള്ളൂ. നന്നായി പ്രിപ്പയർ ചെയ്തോ. ടോപ്പിക് അകത്തിരിപ്പുണ്ട്. ഓഫ് കോഴ്സ് ടോപ്പിക്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്തിക്കോ. ആൻഡ് അഡീഷണൽ ആയി എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ഓൾ ദി ബെസ്റ്റ്. ഭാഗി, അവന്റെ ഒരു ഓവർ ആക്ഷൻ, ഇയാളുടെ സംസാരവും ബോഡി ലാംഗ്വേജും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഒന്നെങ്കിൽ ആകാശം അല്ലെങ്കിൽ ഭൂമി. എന്തെങ്കിലും ആവട്ടെ, നീ വാ. ശരി, കുറെ നാളായില്ലേ പ്രോഗ്രാം ചെയ്തിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏ ഭാഗി, അത് വച്ചിട്ട് പോ. ഓ, അത് മറന്നുപോയി. ഹലോ പീപ്പിൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് ആർജെ ഭാഗി. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാ വിവാഹത്താലി. താലി കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഇമോഷൻ. 3 കെട്ടിടുമ്പോ 2 പേരെ പെർമനന്റ് ആയി ചേർത്ത് വെക്കുന്നു ഈ താലി. ഇനിയും കുറച്ചുകൂടി വ്യക്തമായി പറയണമെങ്കിൽ അകത്ത് കയറാൻ പറ്റില്ല. അയ്യോ ഗുപ്ത, വാ. വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഒന്ന് പെട്ടെന്ന് വരണ്ടേ? പറഞ്ഞ കേട്ടില്ല, അകത്ത് കയറാൻ പറ്റില്ലെന്ന്. കണ്ടോ, എന്റെ അനിയത്തിക്ക് എന്തുമാത്രം ഫാൻസ് ഉള്ളത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അകത്ത് കയറാൻ പറ്റില്ല, പോവാനല്ലേ പറഞ്ഞത്. അയ്യോ, നമ്മളെ അകത്തേക്ക് വിടില്ലല്ലോ, എന്ത് ചെയ്യാ? ഞാനിപ്പോ ശരിയാക്കി തരാം. അകത്ത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ചേട്ടാ, ഒരു തവണ ഒന്ന് അകത്തേക്ക് വിടോ. ദയവേത് നിങ്ങൾ ഞാൻ പറയുന്നൊന്നും കേക്ക്. എനിക്ക് ഭാഗ്യ കാണണം. ഭാഗ്യക്ക് എന്നെ നന്നായിട്ട് അറിയാം. അരുന്ധതി കാണാൻ വന്നിട്ടുണ്ടെന്ന് ഭാഗ്യയോട് പറയാം. അവൾ എന്നെ കാണാൻ ഓടി വരും. ചേട്ടാ, എന്നെ ഒന്ന് അകത്തേക്ക് വിട്. അകത്ത് കയറാൻ പറ്റില്ല, പറയുന്നേക്ക്, പുറത്തു പോവാൻ.
ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്ന സർ. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഞാൻ ചുമരിലൂടെ പോകും. ചുമര് വഴി പോകാൻ അറിയോ? നിങ്ങൾക്ക് അതിന് പറ്റോ? നീ നേരിട്ട് പോയി അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രവേശനം കിട്ടുമല്ലോ. അയ്യോ, സൂപ്പർ പ്ലാൻ മിസ്റ്റർ ഗുപ്ത. എന്നാൽ അത് തന്നെ ചെയ്യാം. വാ, വാ. നിൽക്കു മകളെ, നീ ഒരു ആത്മാവാണെന്ന കാര്യം മറന്നുപോയോ? അത് ഓർമ്മപ്പെടുത്തുന്നതിന് മുൻപ് എനിക്ക് ഉറപ്പായും തലവേദന വരും. അയ്യോ, മറന്നുപോയി. സോറി മിസ്റ്റർ ഗുപ്ത. എന്നുവെച്ചാ നമ്മളിപ്പോ പോയാലും അവർക്ക് നമ്മളെ തടയാൻ പറ്റില്ലല്ലേ? അതാണ് മകളെ ഞാൻ കുറെ നേരമായി നിന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരൂ, പോകാം. Follow me. നിങ്ങളോടല്ലേ ഈ പറയുന്നേ? നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. വാ ഗുപ്ത. അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ബാഗി, ഞാനെന്തിന് ഇങ്ങനെ നടക്കണം? ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്. അവൾ എവിടെ ഉണ്ടാവോ എന്തോ. ആരോടെങ്കിലും ഒന്ന് ചോദിക്കും ഗുപ്ത. സമാധാനപ്പെട്, സമാധാനപ്പെട്. ഞാൻ തന്നെ പോയി ചോദിക്കാം. അയ്യോ, ഈ എക്യുപ്മെന്റ്സും സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഭാഗ്യ അകത്ത് തന്നെ ഉണ്ടാവും തോന്നുന്നു. അയ്യോ, അമ്മേ. ഗുപ്ത, മിസ്റ്റർ. അയ്യോ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ രൂപത്തിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നീ ധൃതി കാണിക്കുകയാണ് മകളെ. ഈ ബാലിക മറ്റൊരു ബാലകനെ സ്നേഹിക്കുന്നു. ആ ബാലകൻ ഈ ബാലികയെ ഭ്രാന്തിയാക്കുന്നു. ആ വിവരം ഈ ബാലികയോട് എങ്ങനെ പറയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് സഹായം ചെയ്യുമ്പോ മാത്രം റൂൾസ് നോക്കണം, അത് ഇതെന്നൊക്കെ പറയും. മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങോട്ട് ചെന്ന് സഹായം ചെയ്തു കൊടുക്കുന്നു. അത് ശരിയാണോ? ഞാൻ അല്പനേരം എന്നെ മറന്നു. നീ നിന്റെ അനുജത്തിയെ കണ്ടോ? എങ്ങനെ പോയി കാണുന്ന പറയുന്നേ? അവിടെ ഡോർ തടസ്സമായി നിൽക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യും. ശരി, വരൂ, പോയി നോക്കാം. വന്ന ഇങ്ങോട്ട്. കൂടെയുണ്ട്. അത് തന്നെയാണ് വിഷയം. ടൈം ഔട്ട്. ഇന്നത്തെ ഈ ദിവസം ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. അതുപോലെ നിങ്ങളും ഈ താലി ടോപ്പിക് ഫുള്ളായി എൻജോയ് ചെയ്തു എന്ന് ഞാനും അങ്ങ് കരുതുക. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അടുത്ത പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. എൻജോയ് ചെയ്തോളൂ. ബൈ ബൈ. ബാഗി, പ്രോഗ്രാം നീ കലക്കി. ശരി, വാ വീട്ടിൽ പോവാ. ഹലോ മാഡം, നീ മറന്നെന്നാ തോന്നുന്നേ. നമുക്ക് താലി പണയം വെക്കാൻ പോവേണ്ടതല്ലേ? താലി പണയം വെക്കുന്നില്ല. എന്താ, എന്തു പറ്റി? ആദ്യം മുതൽ എനിക്കത് ഇഷ്ടമല്ല. ഇന്നത്തെ ടോപ്പിക്കും താലി ആയതുകൊണ്ട് കോളേജിനോട് സംസാരിച്ചപ്പോ താലിയുമായിട്ട് അവർക്കുള്ള സെന്റിമെന്റ്സ് അറിഞ്ഞു. എന്നിട്ടും ഞാൻ താലി പണയം വെച്ചാ അത് ശരിയാവുന്നു തോന്നുന്നില്ല. അതല്ലടി, കാശല്ലേ, അതെങ്ങനെയെങ്കിലും വരും. എങ്ങനെ വരും? നടന്നു വരുമോ അതോ കാറിൽ വരുമോ? എങ്ങനെ വരുന്നേ? എടി അതല്ല. നിന്നോട് സഹതാപം തോന്നിട്ടോ നീ ചെയ്ത സഹായത്തിനു വേണ്ടിയല്ല ഞാനിത് തരുന്നത്. നിന്റെ അവകാശം ഇത്. നീ ചെയ്ത ജോലിക്ക് നിനക്കുള്ള പ്രതിഫലം ഇത്. എടുത്തോളൂ ബാഗി. പൈസ പൈസ നടന്നു തന്നെ വന്നു. വാ 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 വാ.
ഇതെപ്പോഴാ തുറന്നത്? എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുകയാണോ? അയ്യോ, ഞാൻ സത്യം പറയുന്നത് ഗുപ്ത. ഇതിനു മുൻപ് അടച്ചിട്ടിരിക്കുവായിരുന്നു. ഞാനതിന് നിങ്ങളെ ബോധിപ്പിക്കുന്നേ. ബാഗി 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 ഹായ്. ബാഗി ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നെന്നാ തോന്നുന്നു. ഹലോ. എന്താ ഇത്? ഇതൊരു വിചിത്ര വസ്തുവാണല്ലോ. ധൂം തഥാ. ഗുപ്ത ഇവിടെയുണ്ട്. ബാഗി. ഗുപ്ത ഗുപ്ത ബാഗി അകത്തില്ല. പുറത്തു പോയി നോക്കാം. വേഗം വാ. വാതിൽ അടഞ്ഞു കിടക്കുന്നു. അപ്പൊ നമ്മള് ലോക്കായി പോയി. യൂസ്ലെസ് ഗുപ്ത. മായ മന്ത്രൊക്കെ കയ്യിലങ്ങ് വെച്ചോ. എനിക്കൊന്നും തരരുത്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. യമനെ പറഞ്ഞാ മതിയല്ലോ. അയ്യോ പ്രഭോ, കേൾക്കുന്നുണ്ടോ? അങ്ങയെയും കുറ്റപ്പെടുത്തുകയാണ്. ഏയ് ഭാഗ്യ, എന്തു പറ്റി? ഒന്നുമില്ല. വാ. എനിക്കിത് ഇഷ്ടമില്ലെന്നറിയില്ലേ? സാരമില്ല അഞ്ജു, എന്റെ ബോക്സിലുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. എന്താ ചേച്ചി ഇത്? വെണ്ടയ്ക്ക് നമ്മൾ 4 പേര് കഴിക്കത്തില്ലല്ലോ. അതെ ചേച്ചി, എല്ലാ ടിഫിൻ ബോക്സിലും വെണ്ടയ്ക്ക് വെച്ചാ നമ്മളിനി എന്ത് കഴിക്കും? അമ്മയുണ്ടായിരുന്നപ്പോ നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണമൊന്നും തന്നു വിടില്ലായിരുന്നു. കുറെ ഐറ്റംസ് ഉണ്ടാവായിരുന്നു. അതും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രമായിരുന്നു.